എക്സൈസ് പിടികൂടിയ തസ്ലീന സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. അങ്ങനെ എന്റെ സ്വന്തം നാട്ടിൽ വൻതോതിലുള്ള ലഹരി വേട്ട നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ലഹരി വേട്ടയുടെ അറ്റം പിടിച്ചു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഷൈൻ ടോം ചാക്കോ ചേട്ടനും നമ്മുടെ സ്വന്തം ബാസി ചേട്ടനും ഒക്കെ കുടുങ്ങും എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വാർത്താ ചാനലുകൾ വഴിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും, ഇല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ വഴിയെങ്കിലും അറിഞ്ഞു. അതായത് ആലപ്പുഴയിൽ മാരാരിക്കുളത്തടുത്ത് വൻതോതിലുള്ള ലഹരി വസ്തുക്കളാണ് കണ്ടെടുത്തിരിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് കഞ്ചാവ് പൊക്കി, അതും ഒരു സ്ത്രീയിൽ നിന്ന്. ആ സ്ത്രീയുടെ കൂടെ അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച, കുടുംബസമേതം ഇറങ്ങിയിരിക്കുക. അപ്പൊ എന്തായാലും അവരുടെ ഫോണൊക്കെ പരിശോധിച്ചപ്പം നമ്മുടെ ശ്രീനാഥ് ബാസി ചേട്ടന്റെ നമ്പറും നമ്മുടെ ഷൈൻ ടോം ചാക്കോ ചേട്ടൻ മേടിച്ചതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഷൈൻ ടോം ചാക്കോ ചേട്ടനോടാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷൈൻ ടോം ചാക്കോ ചേട്ട ഷൂസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നു. മാവന്മാർ അധികം വൈകാതെ വീട്ടിലോട്ട് വരും. ഇറങ്ങി ഓടിയേക്കല്ലേ കേട്ടാ, ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ അവന്മാർ ഓടിച്ചിട്ട് പിടിക്കും. പിന്നെ അതിനും കൂടെ പണിയാവും. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 മാസം കണ്ടേ ആയിട്ടുള്ളൂ ഈ ചേട്ടന്റെ പേരിലുണ്ടായിരുന്ന ഒരു ലാസലഹരി മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ എം വെച്ച് കൊടുക്കുന്നത്. ആ സാധനത്തിൽ ഒരു കേസ് ഉണ്ടായിട്ട് 2 മാസം മുന്നേ കണ്ട ആ കേസെല്ലാം ഒന്ന് സോൾവ് ചെയ്തത്. അപ്പത്തേക്ക് അടുത്തത് എന്റെ പൊന്നു ചേട്ടന് നല്ല ബെസ്റ്റ് ടൈമാണ്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ എന്താണെങ്കിലും ഈ ന്യൂസിൽ നിന്ന് നമുക്കോട് തുടങ്ങാം. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഒരു യുവതിയിൽ നിന്ന് പിടിച്ചു വന്ന വാർത്തയാണ്. കഞ്ചാവുമായി എത്തിയത് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റിന എന്ന തസ്ലിമ സുൽത്താന. ഇവർക്കൊപ്പം അവരുടെ മക്കളും ഉണ്ടായിരുന്നു എന്ന വാർത്ത. മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ആലപ്പുഴയിലേക്ക് ഇത്ര കൂടുതൽ കഞ്ചാവ് അവർ കൊണ്ടുവന്നത്. തായ്ലാൻഡിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന. വൻ ലഹരി വേട്ടയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൃഷ്ണ സെക്സ് റാക്കറ്റിലെ കണ്ണിയെന്നും എക്സൈസ് വകുപ്പ് പറയുന്നു. പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. എറണാകുളത്തും വിതരണം ചെയ്തതായി കൃഷ്ണയുടെ മൊഴി. പിടികൂടിയത് മാരക ലഹരി വസ്തു തന്നെയാണ്. കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ല, ഈ ലഹരി കച്ചവടം നടത്തുന്നതിനെക്കാട്ടിലും എനിക്ക് അതിന്റെ അപ്പുറം ദേഷ്യം തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരോട്. ഈ സാധനം കൊടുത്തിട്ട് പെൺകുട്ടികളെയൊക്കെ അനാവശ്യമായിട്ട് വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നു. കേട്ടല്ലോ നിങ്ങള്, സെക്സ് റാക്കറ്റിലേക്ക് അംഗമാണ് ഈ ഒരു പിടിക്കപ്പെട്ട സ്ത്രീ. കാരണം അവർക്ക് ഈ കച്ചവടം ഉണ്ട്. ഇത് ലൈക്ക് പിള്ളേർക്ക്, അതായത് പെൺകുട്ടികൾക്കൊക്കെ കൊടുത്ത് അവരെ ഈ ഒരു രീതിയിലേക്ക്, അതായത് ലഹരിക്ക് അടിമയാക്കി ഒരു ലഹരിയുടെ പുറത്ത് അവരെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതിനോട് സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ ഉണ്ടല്ലോ പിടിച്ച് നല്ല കിണ്ണ പൊട്ടീരാ കൊടുക്കണ്ടേ. പോലീസുകാരെ ക്ഷമിക്കുക, ഞാൻ ആ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിയമപരമായ തെറ്റായിരിക്കും എങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ ആദ്യം തന്നെ പറയുന്നു, അങ്ങനെ ആരും ചെയ്യരുത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഏതൊരു വ്യക്തിയുടെ ഒക്കെ ആണെങ്കിലും എനിക്കൊക്കെ പൊളിയുന്നുണ്ടോ അത് കേൾക്കുമ്പോഴത്തേക്ക്? സത്യം പറയാലോ, കിട്ടിക്കഴിഞ്ഞ ഒരു പൊട്ടീര് കൊടുക്കാൻ നമുക്ക് ആർക്കാണെങ്കിലും തോന്നുന്നില്ല. നിങ്ങൾ പറ, നിങ്ങൾക്ക് തോന്നില്ലേ? ഇത് കൊടുക്കുന്നതും പോലെ അത് കൊടുത്തിട്ട് പെൺകുട്ടികളെയൊക്കെ വേറെ രീതിയിലേക്ക് എന്തിനാ അങ്ങനത്തെ ഈ ചെയ്യുന്ന ഈ സ്ത്രീ? ഇവരൊക്കെ സ്ത്രീയല്ലേ, അവർക്കും മക്കളുണ്ട്. ആ മക്കളുമായിട്ട് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചൂടെ? ഇല്ലെങ്കിൽ ലഹരി കച്ചവടം നീയൊക്കെ എന്ത് പന്ന വേണമെങ്കിലും ഉണ്ടാക്ക്. പക്ഷെ ഇതൊക്കെ വേറെ രീതിയിലേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ തായ്ലൻഡിൽ നിന്നൊക്കെയാ സാധനം ഇവിടെ എത്തിച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തായ്ലൻഡിൽ നിന്ന് ഇവിടെ അടുത്തൊന്നും അല്ല, വല്ല ആന്ധ്രാപ്രദേശിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എങ്ങൊന്നും അല്ല, അങ്ങ് കാശ്മീരിൽ നിന്ന് പോലും അല്ല, കാറിൽ പോയി കൊണ്ടുവരുന്നൊന്നും അല്ല, ഫ്ലൈറ്റിലോ മറ്റേ ഷിപ്പിലോ കണ്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ എത്തിച്ചേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തുന്നു? അതാണ് എന്റെ ചോദ്യം. നേരത്തെ കാലത്തെ ഒന്നും ആർക്കും പിടിക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ എത്തി ഇതൊക്കെ കച്ചവടം ചെയ്യുമ്പോഴാണോ പിടിക്കാൻ പറ്റുന്നത്? ബാക്കിയും കൂടെ ഒന്ന് കേട്ടെ. ഇത് MDMA-യേക്കാൾ അപകടകാരിയായിട്ടുള്ളൊരു രാസവസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഹരി വസ്തുവാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. അപ്പോ ഈ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന മനീഷ് മഹിപാലാണ്. മനീഷ് ബ്രോ എന്റെ സീനിയർ ആണ്. അപ്പം മനീഷ് ചേട്ടൻ അറിയാത്തൊരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. സംഗതി വേറൊന്നുമല്ല, MDMA-ക്കാട്ടിലും വലിയ ദ്രോഹമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ല. രാസലഹരി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഏറ്റവും ഒരു വൃത്തികെട്ട സാധനം, അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പല കൊലപാതകങ്ങളും നടക്കുന്നത് ഈ കഞ്ചാവ് ആ സാധനം ഈ വലിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ടായിരിക്കത്തില്ല. അത് ഉപയോഗിച്ചത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പറയുന്ന മറ്റേ ഈ രാസലഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൾക്കാരുടെ തലച്ചോറില്ലാതെ ആക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു സാധനമാണ് ഏറ്റവും വലിയൊരു ഈ ആളുകളെ ഇല്ലാതെയാക്കുന്നതാണ് എന്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്ന ഒരു കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ബാക്കി
അത് മാർക്കറ്റിൽ വലിയ വിലയുള്ള ഒരു വസ്തു കൂടിയാണ്, ലഹരി വസ്തു കൂടിയാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് നാർക്കോട്ടിക് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ മാരാരിക്കുളത്ത് ഗാർഡൻ എന്ന റിസോർട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ഇവരുടെ കൂടെ ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ഉണ്ടായിരുന്നു. ഫിറോസിന്റെ കൂടെ ഇവർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് എത്തി. ആലപ്പുഴയിൽ പല സ്ഥലത്തും വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എത്തിച്ചത്. ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവിടെ എത്തിയതെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. ആ വിവരം ലഭിച്ചെങ്കിലും ആലപ്പുഴയിലെ റിസോർട്ടിലേക്ക് ഇവർ എത്തുമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിലെ നഗരത്തിലെയും ഒപ്പം തന്നെ മാരാരിക്കുളം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെയും കായൽ ടൂറിസം മേഖലയിലൊക്കെ തന്നെ റിസോർട്ടുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഈ മാരാരിക്കുളത്ത് ഇവർ എത്തി എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. ഈ ക്രിസ്റ്റീന എന്ന ഈ സ്ത്രീയുടെ ഒപ്പം അവരുടെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ എക്സൈസ് സംഘം പറയുന്നത്. ഇവർ ഈ സമീപകാലത്ത് ഇങ്ങനെ എയർപോർട്ടിന് പുറത്ത് നിന്ന് ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് സമീപകാലത്തെ ആദ്യ സംഭവമാണ്. ഇതിനു മുമ്പ് എയർപോർട്ടിൽ വെച്ചൊക്കെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്, പക്ഷേ പുറത്ത് വെച്ച് പിടികൂടുന്ന ആദ്യ സംഭവമാണ്. ഒപ്പം തന്നെ ഈ ക്രിസ്റ്റീനയുടെ ഫോണിൽ നിരവധി സിനിമാ മേഖലയിലെ നിരവധി ആളുകളുടെ ഫോൺ നമ്പറുകൾ ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുള്ളതും ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും ഈ എക്സൈസ് സംഘം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്തും ഇവർ ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിറ്റതായിട്ടുള്ള മൊഴി കൂടി എക്സൈസ് സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. സിനിമാക്കാരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നല്ലോ, നമുക്ക് വരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എയർപോർട്ടിന് വെളിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും തോതിലുള്ള ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഒരു സാധനം കസ്റ്റഡിയിൽ എടുക്കുന്നത്, ഒരു ലഹരി വസ്തു കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, എങ്ങനെ ഇത് എയർപോർട്ടിന് വെളിയിൽ വന്നു? ഇനിയിപ്പോ ഇത് ഷിപ്പിംഗ് വഴിയല്ലോ ആണ് ഇവിടെ കൊണ്ടുവന്നതെങ്കിലും അവിടെ ഒന്നും ചെക്കിംഗ് ഇല്ലേ? ഇതൊക്കെ ഇവിടെ എത്തി ഈ കച്ചവടം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സാധനം എയർപോർട്ടിൽ നിന്നൊക്കെ, ഇപ്പൊ എയർപോർട്ടിൽ കൊച്ചിയിലാവുന്ന ഇറങ്ങിയെങ്കിൽ അവിടുന്ന് ആലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴയിലെ റിസോർട്ടിൽ വെച്ച് വേണോ പിടിക്കാൻ? അതിന് മുമ്പൊന്നും ഈ സാധനം ഇറങ്ങിയത് എന്തുകൊണ്ട് ഇത് പുറത്തറിയുന്നില്ല? അല്ലെങ്കിൽ ഷിപ്പ് വഴിയാണ് വന്നതെങ്കിൽ എന്തുകൊണ്ട് അവിടെ പോർട്ടിലൊന്നും വെച്ചത് പിടിക്കുന്നില്ല? ഇനി അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ചിക്കാമണി കൊടുക്കുന്നുണ്ടോ? അതും കൂടെയും എക്സൈസുകാരൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഈ താഴെ മാത്രം തോണ്ടിയിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? മേളിന്നേ ഇങ്ങ് പിടിച്ചു വരണം. അല്ലാതെ ഇങ്ങനെ അറ്റത്ത് ഈ കച്ചവടം നടക്കുന്ന 2-3 മാത്രം പിടിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമുണ്ടെന്ന്. ഇവിടെ മേളിലിരിക്കുന്നവന്മാര് വീണ്ടും ഈ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും. അവന്മാര് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ കാശ് കൊടുത്ത് ഈ സാധനമൊക്കെ പുറത്തെത്തിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെയാ മനസ്സിലായത്. ഇല്ലെങ്കിൽ എങ്ങനെ ഈ സാധനം ഇവിടെ വരെ എത്തി? എങ്ങനെ എത്തി? ഇല്ലെങ്കിൽ എയർപോർട്ട് വഴി വന്നെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പിടിക്കേണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്നൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും ചിലപ്പോൾ പിടിക്കുന്നത്. ഇപ്പൊ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി പിടിച്ചാലും അതിന്റെ അപ്പുറത്തൂടെ അതിന്റെ ഇരട്ടി സാധനം ഇറങ്ങുന്നുണ്ട് ഇവിടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതാണ് ഇതിന്റെ ഒരു കളി എന്നാണ് എനിക്ക് മനസ്സിലായത്. വല്ലപ്പോഴും കുറച്ച് സാധനങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഒക്കെ പിടിപ്പിക്കും, എന്നിട്ട് അത് ഒന്നൊന്ന് പിടിച്ചല്ലോ, അപ്പൊ അതിന്റെ മറവിൽ വേറെ കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഇറങ്ങും. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ, ലഹരിയുടെ കേസിൽ എനിക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? കാരണം ഇവിടെ അതിന് മാത്രം ഡിമാൻഡ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ സാധനം ഇറങ്ങും. ഈ ഡിമാൻഡ് കട്ട് ചെയ്യൂ. അതിനിവിടുത്തെ നിയമപാലകർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യൂ. അതോടൊപ്പം ഇപ്പൊ ഈ പിടിച്ചതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല, വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. ഇനിയിപ്പോ സിനിമാക്കാരുടെ കാര്യങ്ങൾ പറയുന്നില്ല, കുടുങ്ങും, ചേട്ടന്മാര് കുടുങ്ങും. കാരണം തെളിവുകളുണ്ട്, ഡീറ്റെയിൽ തെളിവുകളുണ്ടെന്നാ പറയുന്നത്. രണ്ടും മിക്കവാറും പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണെങ്കിലും അതിനെപ്പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി അടുത്ത ബന്ധം. എക്സൈസ് പിടികൂടിയ തസ്ലീന സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന് പിടിയിലായത്. അന്വേഷണം എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എറണാകുളത്തേക്ക് വ്യാപിപ്പിച്ചതൊക്കെ നന്നായി. അപ്പൊ ഷൈൻ ചേട്ടനോടും ബാസിക്കുട്ടനോടുമാണ് ഹൈബ്രിഡ് വലിക്കുമല്ലേ, കൊള്ളാം, സാധനം എന്തായാലും കൊള്ളാം, എന്തായാലും റെഡി ആയിട്ടിരുന്നു. മിക്കവാറും വരും, വള്ളവും വലയും കൊണ്ട് മാവന്മാര് വരാനുള്ള എല്ലാ സാധ്യത ഉണ്ട്. കാരണം തെളിവുകളൊക്കെ കിട്ടി. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ മാധ്യമങ്ങൾക്ക് നിങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുമ്പോ ആലോചിക്കുക, ഇത് കേരളമാണ്, ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് കാണിക്കും. ഇവിടെ കിടന്ന് കാണിക്കുമ്പോ കിട്ടും പണി, അത് മേടിച്ചോണം. അതാണ് ഇപ്പൊ പുറകെ വരാൻ പോകുന്നത്. ഷൈൻ ടോമിനോടാണ് ഈ അടുത്താണ് കഴിഞ്ഞത്. ഈ അടുത്താണ് കോടതിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഉടനെ നിങ്ങൾ അടുത്ത സാധനം ഉണ്ടാക്കി. ഇനി ഇതും നിങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഡീറ്റെയിൽ തെളിവുണ്ടെന്നത് ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ തിരിഞ്ഞ് പ്ലേറ്റ് മറിച്ചാലും അറിയാം നിങ്ങളുടെ കാശിന്റെ പുറത്തും നിങ്ങളുടെ പേര്, പ്രശസ്തി അതിന്റെയൊക്കെ പുറത്തും മറിഞ്ഞു പോയതാണെന്ന് അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. എങ്ങനെ നമ്മുടെ നാട്ടിൽ, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം,
വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ നിങ്ങൾ കുട്ടികളുടെ ബുക്ക് ഉൾപ്പെടെ സെർച്ച് ചെയ്യണം. അതിനകത്ത് വരെ ഇവന്മാർക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ കുട്ടികൾ ഒരു പരിധിയിൽ കൂടുതൽ വഴിതെറ്റി പോവാതെ നിങ്ങളുടെ വീട്ടിലെ ആർക്കും ഒന്നും പറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.